ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ ആയതുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പറഞ്ഞയച്ച പ്രവാചകന്മാരിൽ 1,24,000 വരുന്ന നബിമാരുടെ പൂർത്തീകരണമായിട്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആ നബിയെ പ്രവാചകനായി അംഗീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശരീരത്തെക്കാൾ അടുത്തയാളാണ്. സ്വന്തം ശരീരത്തെക്കാൾ അവർക്കടുത്തയാളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ നമുക്കറിയുന്നത് പോലെ നമ്മുടെ ശരീരത്തെക്കാൾ നമ്മിലേക്കടുത്ത, നമ്മുടെ കൽബിൽ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന അള്ളാഹു ആ സ്നേഹം നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എന്താണ് നമ്മൾ അറിയാൻ ഉദ്ദേശിക്കുന്നത്? ലോകത്ത് മറ്റുള്ള ആളുകൾക്കൊന്നുമില്ലാത്ത വലിയ പ്രത്യേകത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവവും അവിടുത്തെ ശരീരപ്രകൃതിയും അവിടുത്തെ ഇടപാടുകളും വർത്തമാനങ്ങളും മൗനാനുവാദങ്ങളും എല്ലാം ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സമയം ചരിത്രത്തിൽ രേഖപ്പെടാതെ കഴിഞ്ഞു പോയിട്ടില്ല. ഒരാളിൻ്റെ ചരിത്രം നമ്മൾ എഴുതുന്നത് എപ്പോഴാണ്? അയാൾ വളർന്നു വലുതായി സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്തു തുടങ്ങുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം. അവിടെ മുതലുള്ള ചരിത്രമാണ് പിന്നീട് ആളുകൾക്ക് ആവശ്യമുള്ളത്. അങ്ങനെയാണല്ലോ നമ്മൾ ചരിത്രം പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം, അതിനു മുമ്പുള്ള കാര്യങ്ങൾ, അവിടുത്തെ വല്യുപ്പമാർ, അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തെ നാം പരതിയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന് സാധാരണ ആളുകളുടെ ചരിത്രത്തിനില്ലാത്ത ധാരാളം സവിശേഷതകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെയും ശരീരവിശേഷങ്ങളെയും ഒക്കെ പഠിക്കുന്ന ഒരു പഠനശാഖ തന്നെയുണ്ട്. ഷമാഇൽ എന്നാണ് അതിന് പറയുക. അറബിയിൽ ഷമാഇൽ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരവിശേഷങ്ങളെയും സ്വഭാവവിശേഷങ്ങളെയും ഒക്കെ പഠിപ്പിക്കുന്ന ഷമാഇലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അതൊരു അത്ഭുതമാണ്. ഒരു മനുഷ്യന്റെ ശരീര സ്വഭാവ വിശേഷങ്ങളെ സംബന്ധിച്ച് 1000-ലധികം വരുന്ന കിതാബുകൾ, ഗ്രന്ഥങ്ങൾ ഉണ്ടാവുക. ലോക ചരിത്രത്തിൽ അങ്ങനെ ആരാണുള്ളത്? ശരീരവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൈ എങ്ങനെയായിരുന്നു, അവിടുത്തെ കാൽ എങ്ങനെയായിരുന്നു, ശരീരം എങ്ങനെയായിരുന്നു, തല എങ്ങനെയായിരുന്നു, നെറ്റിത്തടം എങ്ങനെയായിരുന്നു, അവിടുത്തെ കണ്ണുകൾ എങ്ങനെയായിരുന്നു, ഇങ്ങനെ തുടങ്ങി സ്വഭാവത്തിലേക്ക് വന്നാൽ അവിടുന്ന് വിനയം, അവിടുത്തെ ദേഷ്യം, അവിടുത്തെ സമാധാനം, അവിടുന്ന് മറ്റുള്ള ആളുകളോട് ഇടപെട്ട ശൈലികൾ എന്നു വേണ്ട എല്ലാ ഭാഗങ്ങളും. അതാണ് ഒരു മനുഷ്യന്റെ ശരീര സ്വഭാവ വിശേഷങ്ങളെ ബന്ധപ്പെട്ട് ഒരു പഠനശാഖ ഉണ്ടാകുന്നു. ആ പഠനശാഖയിൽ 1000-ലധികം ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തെക്കുറിച്ച്, അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ 1000-ലധികം ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്. അങ്ങനെ ഒരു പഠനശാഖ തന്നെയുണ്ട്. കാലാകാലം വരുന്ന മനുഷ്യർ അതിനെ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും പരിചയപ്പെടാൻ പറ്റുന്ന പാകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്കറിയാവുന്ന ഒരുപാട് നേതാക്കന്മാർ ലോകത്തില്ലേ? അവരുടെ ശരീരവിശേഷങ്ങളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ?
പൊളിറ്റീഷ്യൻസ് ഉണ്ടാവാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന നേതാക്കളുണ്ടാവാം, മതനേതാക്കളുണ്ടാകാം, സാമൂഹിക നേതാക്കളുണ്ടാകാം, എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെക്കുറിച്ച് അവരുടെ ശരീരത്തിന്റെ വിശേഷങ്ങൾ ഏതുവരെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അവിടുത്തെ താടിയിൽ എത്ര നരച്ച രോമങ്ങൾ ഉണ്ടായിരുന്നു എന്നുവരെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു തആല ഹബീബായ നബിതങ്ങൾക്ക് നൽകിയ വലിയൊരു പ്രത്യേകതയാണ്. അവിടുന്ന് പറഞ്ഞ വാക്കുകൾ ലോകം രേഖപ്പെടുത്തി വെച്ചു. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മുക്കുമൂലകളും നഷ്ടപ്പെട്ട ഒന്നുമില്ല. പഠിക്കാൻ തുടങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മുടെ മുന്നിൽ ഒരു വലിയ പുസ്തകമായി, വലിയ ലോകമായി നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. നമ്മൾ അതിനെ എന്തുകൊണ്ടാണ് പഠിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണല്ലോ നമുക്ക് എല്ലാത്തിലും മാതൃകയുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം, അവിടുന്ന് ഭക്ഷണം കഴിച്ച രീതി, അവിടുന്ന് ഇടപെട്ട രീതി, അവിടുത്തെ നിറം, അവിടുത്തെ നേത്രം, അവിടുത്തെ മൂക്ക്, അവിടുത്തെ ശിരസ്, അവിടുത്തെ കൺപീലികൾ, കൺപോളകൾ, അവിടുത്തെ പിരികം, അവിടുത്തെ ചുണ്ട്, പല്ല്, നാവ്, ചെവി തുടങ്ങിയ എല്ലാ ശരീരാവയവങ്ങളുടെയും കൃത്യമായ മെഷർമെന്റുകൾ വരെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് മഹാന്മാരായ മുൻഗാമികൾ ആരായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. ലോകത്ത് ഒരു നേതാവിനെയും പഠിക്കുമ്പോൾ അങ്ങനെ പറയണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശാലമായ ചരിത്രം എവിടെയും കിട്ടൂല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ നിറവും അദ്ദേഹത്തിന്റെ ശൈലിയും അദ്ദേഹത്തിന്റെ ഓരോന്നിങ്ങനെ ഇഴകീറി ചർച്ച ചെയ്തൊരു ശൈലി അല്ലാഹു തആല ഹബീബായ നബിതങ്ങളെ പ്രത്യേകമാക്കിയതാണ്. കാരണം ഈ പ്രവാചകൻ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യരുടെ പ്രവാചകനാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്നൊരു മനുഷ്യന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു എന്നറിയാൻ എവിടെയും പോയി പരതണ്ട. ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എവിടെ അന്വേഷിച്ചു പോകണ്ട, ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പോകണ്ട. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു എന്ന ചരിത്രത്തെ വളരെ കൃത്യമായ മുൻഗാമികൾ രേഖപ്പെടുത്തി വെച്ചു തന്നിട്ടുണ്ട്. അത് ഏത് കാലത്താ? ഒരു പേപ്പർ കഷ്ണം പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്താണ് ഈ ചരിത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞ ആർക്കെങ്കിലും ലോകത്തൊരു കാര്യം വന്ന് കളവ് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹദീസിന്റെ പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ അതെവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകണമല്ലോ. ഏത് ഗ്രന്ഥത്തിലാണ് അതുള്ളത്? ആരാണത് കേട്ടത്? എല്ലാവർക്കും അത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. ഈ വാക്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ഒരാൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെയായിരുന്നു എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം എന്താണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്വഭാവം എന്താണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചരിത്രത്തിന്റെ എല്ലാ മേഖലകളും രേഖപ്പെടുത്തിയിട്ടുള്ള നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന നേതാവിനെ ലോകത്തിന്റെ മുമ്പിൽ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ കൃത്യമായി രൂപപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ രൂപവും ഭാവവും ശൈലിയും വർത്തമാനവും ഇടപാടും എല്ലാം ഇത് നമ്മൾ പഠിക്കുന്നതിലൂടെ എൻ്റെ നബി ആരാണ് എന്ന് അറിയാൻ, അവിടുത്തെ സംസാരവും അവിടുത്തെ ഇടപാടുകളും അവിടുത്തെ ശൈലിയും അവിടുത്തെ ജീവിതത്തിൽ നിന്ന് വളരെ കുറഞ്ഞ കാര്യങ്ങൾ, വിശാലമായൊരു പഠന ലോകമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു വലിയ പഠനലോകമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അശ്ശമാഇലുൽ മുഹമ്മദിയ, ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ്. അതിന് തന്നെ ലോകത്ത് വലിയ വലിയ വിശദീകരണങ്ങൾ മഹാന്മാരായ ഇമാമിങ്ങൾ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിളു സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔസാഫുകളെ വിശദീകരിക്കുന്ന കിതാബ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഗുണഗണങ്ങളെല്ലാം വിവരിക്കുന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയാൻ മാത്രമാണെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലാസ് മതിയാവുകയില്ല. ശമായിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മഹാന്മാരായ മുൻഗാമികൾ, അവരുടെ ഗ്രന്ഥങ്ങൾ, അതിനെക്കുറിച്ച് പറയാൻ തന്നെ നമ്മൾ ഒരുങ്ങിയാൽ ഈ സമയം നമുക്ക് മതിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി തങ്ങളെ പറയുന്ന ബറക്കത്ത് കൊണ്ട് നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട
വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ റബീഉൽ അവ്വലിലെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നു. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മഹാന്മാരായ പിതാക്കന്മാരുടെ മുതുകിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച പ്രവാചകനാണ്. മുൻഗാമികളായ വല്യുപ്പമാർ, ആ വല്യുപ്പമാരെ കുറിച്ച് കൃത്യമായ ചരിത്ര രേഖകൾ ലോകത്ത് ലഭ്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്യുപ്പമാരെ സംബന്ധിച്ചുള്ള രേഖകൾ ലോകത്ത് ലഭ്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു വല്യുപ്പ, ആ വല്യുപ്പാനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്യുപ്പമാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപ്പ മഹാനായ അബ്ദുല്ല എന്നവർ, അവിടുത്തെ ഉപ്പ മഹാനായ അബ്ദുൽ മുത്തലിബ് എന്നവർ, അവിടുത്തെ ഉപ്പ ബഹുമാനപ്പെട്ട ഹാഷിം എന്നവർ, അവരുടെ ഉപ്പ അബ്ദു മനാഫ് എന്നവർ, ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരെ കുറിച്ച് നമുക്ക് മുമ്പോട്ട് പറഞ്ഞു പോകാൻ പറ്റും. ഈ സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും ഒരു 2-3 വാപ്പമാരുടെ മുന്നേ ഉള്ള ആളുകളുടെ പേരറിയോ? ഇത് പറയുന്നത് എനിക്കറിയില്ല. ഒരു 2-3 വാപ്പമാരുടെ മുന്നേ ഉള്ള സ്വന്തം വാപ്പയുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം വാപ്പയുടെ പേര് എല്ലാവർക്കും അറിയാം. വാപ്പയുടെ വാപ്പ ഒരു 50% ആളുകൾക്കൊക്കെ ചിലപ്പോൾ അറിയാം. ആ വാപ്പയുടെ വാപ്പ. പിന്നെ അങ്ങോട്ട് വല്യുപ്പമാരുണ്ടായതുകൊണ്ടാണല്ലോ നമ്മൾ, കാരണവന്മാരുണ്ടായതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, അവരുടെയൊക്കെ ചരിത്രം, അല്ലെങ്കിൽ അവരുടെ പേര്, അവരെവിടെ ജീവിച്ചു, അവരുടെ താമസ സ്ഥലം, അവരെവിടെ വഫാത്തായി, അവരുടെ ഖബർ. ഈ ഖബർസ്ഥാനിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളൊന്ന് പറയൂ, എൻ്റെ വാപ്പയുടെ ഖബർ ഇന്ന സ്ഥലത്താണ് പറയാൻ പറ്റുമോ? ചിന്തിക്കാനാണ്, മനസ്സിലാക്കാനാണ്. അവരുടെ പേരിന്നതായിരുന്നു, അവർ വിവാഹം ചെയ്തതിന്നയാളെയാണ്, അതിൽ നിന്നുണ്ടായ കുട്ടികൾ ഇത്രയാണ് എന്ന് പറയാൻ നമുക്ക് പരിമിതികളുണ്ടെങ്കിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര, അവിടുത്തെ വല്യുപ്പമാരെ കുറിച്ച് പറയാൻ ഒരു പരിമിതിയും ഇല്ല എന്ന് മാത്രമല്ല, അവരുടെ എല്ലാം ചരിത്രം ലോകത്ത് രേഖപ്പെട്ടു കിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പമാരെ കുറിച്ചാണ് നമ്മുടെ ആദ്യത്തെ ചർച്ച. മഹാനരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഉപ്പയായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് അബ്ദുൽ മുത്തലിബ്, അവിടുന്ന് ഹാഷിം, അവിടുന്ന് അബ്ദു മനാഫ്, ഖുസയ്യ്, കിലാബ്, ഇങ്ങനെ മുന്നോട്ട് അവിടുത്തെ വല്യുപ്പമാരെ പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാര് വീടുകളിലൊക്കെ ചൊല്ലിയിരുന്നൊരു ബൈത്തുണ്ട്. ആദി അമൈത്തേ ആണും പെണ്ണും അഖിലറിവായേ ഇസ്ലാം ആയവരറിവിൽ എന്ന് തുടങ്ങിയിട്ടൊരു ബെയ്ത്ത്. ആ ബെയ്ത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 ഉപ്പമാരെ കുറിച്ചാണ് ആ ബെയ്ത്ത് നമ്മുടെ നാട്ടിൽ വീടുകളിലൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന. അറിയുന്ന പലരും ഇല്ലേ ആദിയമൈത്തെ എന്ന് തുടങ്ങുന്ന ബെയ്ത്ത്? അതിലുണ്ട്, ആദരവായേ മുത്തു മുഹമ്മദ് ആ നബിയാരേ 20 വാപ്പാന്മാരുടെ നാമം എന്ന് തുടങ്ങിയിട്ട് ഓരോരുത്തരുടെയും അബ്ദുല്ലാഹ്, അബ്ദുൽ മുത്തലിബ് എന്ന് തുടങ്ങി മഹാന്മാരായ വല്യുപ്പമാരുടെ ഒക്കെയും പേരുകൾ നമ്മുടെ മുൻഗാമികൾ പറയുകയും പാടുകയും നമുക്കൊക്കെ പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് ദുനിയാവിലുള്ള സകല ആളുടെ പേരറിഞ്ഞാലും ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ഇൻട്രസ്റ്റോ ഒരു ചിന്തയോ ഇല്ലാത്ത കാലമാണ്. ഒരു 100 കളിക്കാരെ പേര് പറയാൻ പറഞ്ഞാൽ പറയും, 10 സിനിമാ നടന്മാരെ പേര് പറയാൻ പറഞ്ഞാൽ പറയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്യുപ്പമാർ ചരിത്രത്തിൽ ആർക്കാണ് ഇത്ര പ്രൗഢിയോടുകൂടി എൻ്റെ വല്യുപ്പമാർ ഇന്ന ആളുകളാണ് എന്ന് പറയാൻ കഴിയുക? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹമാണല്ലോ. ഓരോരുത്തരെയും ഞാൻ ഇതിലെ തന്നെ ഓരോരുത്തരെയും പറയാനാണെങ്കിൽ നമുക്കൊരു 20 ക്ലാസ്സിന് പറയാനുള്ളതുണ്ടാവും. ബഹുമാനപ്പെട്ട അബ്ദുല്ല എന്ന ഉപ്പ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉപ്പയെ കണ്ടിട്ടില്ല. മഹാനരായ അബ്ദുല്ല എന്നവർ വിവാഹം കഴിഞ്ഞ് മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് കച്ചവട ആവശ്യാർത്ഥം യാത്ര ചെയ്യുമ്പോൾ അതിനിടയിൽ മദീനയിൽ വെച്ച് മരണപ്പെട്ടത്. ആരുടെ വീട്ടിലാണ് അബ്ദുല്ല എന്നവരെ ഖബറടക്കിയത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ്, നമ്മൾ അലന്തറ കൈഫ പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രം പറഞ്ഞു. അബ്ദുൽ മുത്തലിബിന്റെ സൗന്ദര്യം, അബ്ദുൽ മുത്തലിബിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വം, ഇത് മക്കയിൽ വലിയ സംഭവമായിരുന്ന നേതാവാണ് അബ്ദുൽ മുത്തലിബ്.
അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ശരിയായ പേര് ഷൈബത്തുൽ ഹംദ് എന്നാണ്. ഷൈബത്തുൽ ഹംദ്. അബ്ദുൽ മുത്തലിബ് എന്നവർ ഇന്നലെ മൗലിദിന്റെ സദസ്സിൽ നമ്മൾ വായിച്ചല്ലോ. ബഹുമാനപ്പെട്ട ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചത് ഏതുപ്പാപ്പയാണ്? قال ابن اسحاق لما كان اليوم السابح ذبح عنه جده عبد المطلب. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ ജനിച്ച് 7ാമത്തെ ദിവസം അവിടുത്തെ മേൽ അറവ് നടത്തുകയും ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി സദ്യ നൽകുകയും സമ്മൈതുഹു മുഹമ്മദ, ഞാൻ എൻ്റെ മകന് മുഹമ്മദ് എന്ന് പേര് വെക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അബ്ദുൽ മുത്തലിബ് വലിയ മഹാനായിരുന്നു. അബ്ദുൽ മുത്തലിബ് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പമാരെ ഓരോരുത്തരെ ഇങ്ങനെ പരിചയപ്പെട്ടു വരുമ്പോൾ അവരുടെ ഉപ്പയായ ഹാഷിം എന്നവർ അവർ വഫാത്തായി കിടക്കുന്നത് ഫലസ്തീനിലെ ഗസയിലാണ്. ഇങ്ങനെ ഓരോരുത്തരെ എടുത്തു പറഞ്ഞാൽ അവരെവിടെയാണ്, എവിടെ വഫാത്തായി, അവരാരെ വിവാഹം ചെയ്തു, അവരുടെ ജോലി എന്തായിരുന്നു, ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. ഇങ്ങനെ ഒരു ചരിത്രം പറയാൻ ലോകത്ത് ആർക്കാ പറ്റുക? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ വല്യുപ്പമാരെ കുറിച്ച് അറിയില്ല, മനുഷ്യരുടെ ശൈലി എങ്ങനെയാണ്. എന്നാൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പമാര് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം തുടങ്ങിയ മഹാന്മാരായ പ്രവാചകന്മാരിൽ നിന്നിങ്ങനെ കൃത്യമായി, അതിൽ തന്നെ 20 ഉപ്പമാരുടെ പേര് മുസ്ലിം ഉമ്മത്തിന് കാണാപ്പാടുണ്ടായിരുന്നു. ചെറുപ്പക്കാർക്ക് കുട്ടികൾക്ക് ഉമ്മമാര് പഠിപ്പിച്ചു കൊടുത്തു, ബെയ്ത്ത് രൂപത്തിലും അല്ലാതെയൊക്കെ. നമുക്ക് ഈ ആത്മീയമായ അന്തരീക്ഷമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പോയപ്പോഴാണ്. സ്വലാത്ത് ചെല്ലാൻ, ദിക്റ് ചെല്ലാൻ ഒക്കെ നമ്മുടെ വീടുകളിൽ എല്ലാ സൗകര്യം ഉണ്ടായിട്ടും വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയത്, മക്കള് കൈവിട്ടു പോയത്. പലതിൻ്റെയും പിന്നിലുള്ള കാരണം വീടുകളുടെ ഉള്ളിൽ നിന്ന് ഇത്തരം ആത്മീയമായ ചിന്തകൾ പോയപ്പോഴാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെയും നന്നാക്കി തരുമാറാകട്ടെ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോരുത്തരുടെയും ചരിത്രം പറയാനും അവരെവിടെ ജീവിച്ചുവെന്നും അവർ ചെയ്ത ജോലി എന്താണെന്നും അവരിൽ അധികം ആളുകളും പരിശുദ്ധ കഅബാലയത്തെ ചുറ്റിപ്പറ്റി ജീവിച്ച ആളുകൾ, കഅബയിലേക്ക് വരുന്ന ആളുകൾക്ക്, തീർത്ഥാടകർക്ക്, ഹജ്ജിന് വരുന്നവർക്ക് വെള്ളവും ഭക്ഷണവും തയ്യാറാക്കി നൽകിയവർ, കഅബയ്ക്ക് വലിയ സേവനം ചെയ്ത മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പമാരിൽ അധികവും പാരമ്പര്യമായി അത് കൈമാറി വന്നതാണ്. മഹാനായ അബ്ദുൽ മുത്തലിബ് വരെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവരും കഅബയ്ക്ക്, പരിശുദ്ധമായ കഅബാലയത്തിന്, അതുപോലെ സംസം കിണറിന്, ഇതിനൊക്കെ സേവനം ചെയ്ത ആളുകളാണ്. അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് ചരിത്രം പറയാനാണെങ്കിൽ നീണ്ടു. അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് ജീവിതത്തിന്റെ ഇടയിൽ എനിക്ക് ഒരു താങ്ങായി, തണലായി, സഹായികളായി കുറച്ച് മക്കളുണ്ടായിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉണ്ടായി. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർ ഒരു നേർച്ച നേർന്നു, എനിക്ക് 10 ആൺകുട്ടികൾ ഉണ്ടായാൽ ഒരാളെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുത്തേക്കാം. വല്യുപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തതുപോലെ, അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ചതുപോലെ ഒരു മകനെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കും എന്ന് അബ്ദുൽ മുത്തലിബ് എന്നവർ നേർച്ച ചെയ്തൊരു സംഭവം. അവസാനം മക്കളുണ്ടായി. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് 6 പെൺമക്കളും 10 ആൺമക്കളും ഉണ്ടായി. 10 പേരായപ്പോ ജനങ്ങൾ ഓർമ്മിപ്പിച്ചു, അബ്ദുൽ മുത്തലിബേ, നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നല്ലോ ഒരാളെ ബലി കൊടുക്കണമെന്ന്. ആരെയാണ്? ഞറുക്കിട്ടപ്പോൾ ഞറുക്കു വീണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവായ അബ്ദുല്ല എന്നവർക്കാണ്. അബ്ദുല്ല എന്നവരെ ബലി കൊടുക്കാൻ ഒരു പ്രയാസം. അബ്ദുല്ല എന്നവരെ ബലി കൊടുക്കാൻ ഒരു പ്രയാസം. ഏറ്റവും ഇഷ്ടപ്പെട്ട മകനാണ്. എങ്ങനെ ബലി കൊടുക്കും? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഒരു ഞറുക്ക് വീഴുന്നതിന് പകരം 100 ഒട്ടകം ഞാൻ വേറെ അറുത്തു കൊടുക്കും. വീണ്ടും ഞറുക്കിടാൻ പറഞ്ഞു. പിന്നെയും ഞറുക്കിട്ടു. 10 തവണ വീണ പേര് അബ്ദുല്ല എന്നവരുടെ പേരാണ്. പകരമായി 100 ഒട്ടകങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുത്തു അബ്ദുൽ മുത്തലിബ് എന്നവർ. ബഹുമാനപ്പെട്ട അബ്ദുല്ല എന്നവരുടെ പേര് 10 തവണ ഞറുക്ക് വീണപ്പോ 10 തവണ ഒട്ടകങ്ങളെ 100 എണ്ണത്തിന് അറുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു. ധാരാളം ചരിത്ര സംഭവങ്ങൾ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട മുൻഗാമികളായ ഇമാമിയങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയെ ലോകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ നിലയിലാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ
എല്ലാ നന്മയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുവച്ചിട്ടുള്ളത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അസ്തഫാ മിൻ വലദി ഇബ്രാഹീമ ഇസ്മാഈൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് ഇസ്മാഈൽ എന്നവരെ തിരഞ്ഞെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്തഫാ മിൻ വലദി ഇസ്മാഈല ബനി കിനാന. ഇസ്മാഈൽ എന്നവരുടെ സന്താനങ്ങളിൽ നിന്ന് ബനി കിനാനയെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ബനി കിനാനത ഖുറൈശ്. കിനാനയുടെ സന്താനങ്ങളിൽ നിന്ന് ഖുറൈശികളെ അല്ലാഹു തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിം. ആ ഖുറൈശികളിൽ നിന്ന് ബനൂ ഹാഷിമിനെ അല്ലാഹു തിരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം. ആ ഹാഷിം കുടുംബത്തിൽ നിന്ന് എന്നെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ആ നിലയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവിടുത്തെ വല്യുപ്പമാരുടെ പരമ്പര. അവരാരും ഒരു സ്ഖലിതവും ഉള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവ് കാഴ്ചപ്പാടുള്ള, അല്ലെങ്കിൽ അത് ആളുകൾക്ക് പറയാമായിരുന്നു ഇയാളുടെ വല്യുപ്പയെ പണ്ട് ഇങ്ങനെയൊക്കെ നടന്ന ആളായിരുന്നു, പറയാനൊരു ചാൻസും ഇല്ല. ഇയാളെ വല്യുപ്പ അബ്ദുൽ മുത്തലിബാണ്, അബ്ദു മനാഫാണ്, ഹാഷിമാണ്, കിലാബാണ്, ഖുസയ്യാണ്. അവരാരും ഒരു മോശപ്പെട്ട ഒരു പ്രവർത്തനം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ആളുകളല്ല. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു എല്ലാം തെരഞ്ഞെടുത്തു നൽകി. അല്ലാഹു തെരഞ്ഞെടുത്ത നബിയാണല്ലോ. അവിടുത്തെ ഉപ്പാപ്പമാരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളുടെ പരമ്പര കടന്നു വന്നത് സുജൂദ് ചെയ്യുന്നവരുടെ മുതുകിലൂടെയാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ രേഖപ്പെടുത്തുന്നു. അവിടുത്തെ വല്യുപ്പമാരെല്ലാം നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയുടെ കുടുംബം ഒരു ഭാഗത്ത് ഇതേ കുടുംബത്തിൽ തന്നെ പെട്ടയാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ. ഈ കുടുംബ പരമ്പരയിൽ വരുമ്പോൾ ഒരു മകന്റെ മകളായി പിറന്ന ആ പരമ്പരയിൽ കൃത്യമായി ഈ ഖുറൈശി പരമ്പരയിൽ ചേരുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പതിവ്രതയുമായിരുന്ന മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഖൽബിൽ അല്ലാഹു ഈമാൻ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല അറിയാനും പഠിക്കാനുമുള്ള തൗഫീഖും അതിലൂടെ നാളെ ഹബീബായ നബി തങ്ങളുടെ ഹൗലും ഷഫാഅത്തും അവിടുത്തെയോടുള്ള മഹബ്ബത്തും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. ഷഫാഅത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ വാപ്പ വല്യുപ്പമാര് കാരണവന്മാര് നമ്മളോട് ആരെല്ലാം കടമപ്പെട്ട ആരെല്ലാം ഏതെല്ലാം നിലയിൽ നമ്മളോട് ചേർന്നവരുണ്ടോ അവരെല്ലാം അല്ലാഹുവേ നീ ഹബീബായ നബി തങ്ങളെ ഷഫാഅത്തിൽ ഉൾപ്പെടുത്തണേ. പടച്ചവനെ, ഇത് ഞങ്ങൾ പഠിക്കുന്നതിലൂടെ ഞങ്ങളുടെ മനസ്സിൽ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് നീ വർദ്ധിപ്പിച്ചു നൽകണേ. ധാരാളം സ്വലാത്തുകൾ ചെല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. ഞങ്ങളുടെ ഈമാനിനെ നീ കാക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ നീ സംരക്ഷിക്കണേ. ഈമാനോടുകൂടി ജീവിച്ചു മരിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാം നീ നൽകണേ. റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നാളെ ഖബറിലും മഹ്ശറയിലും ഹബീബായ നബി തങ്ങളെ കൊണ്ടുള്ള സഹായം കിട്ടുന്ന മുഅ്മിനീങ്ങളിൽ നിന്റെ നബി ആരെന്ന് ചോദിക്കുന്ന നേരത്തും ഇതാരാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്ന നേരത്തും ഹൗലിന്റെ അരികിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന നേരത്തുമെല്ലാം മുസ്തഫായ നബി തങ്ങളെ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അനുഗ്രഹപൂർണമായ അവസ്ഥയിൽ നൽകണേ. പടച്ചവനെ, ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണേ. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ മക്കളെ നന്നാക്കി തരണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങൾ, കുടുംബങ്ങൾ, സ്ഥാപനങ്ങളിൽ ബറക്കത്തു ചെയ്യണേ. ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ. നൽകിയ സന്താനങ്ങളിൽ ബറക്കത്തു ചെയ്യണേ. അല്ലാഹുവേ, ദുആ വസിയത്ത് ചെയ്ത എല്ലാവരെയും ഇതിൽ നീ ചേർത്തു നൽകണേ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.